എന്താ നിന്റെ പേര്? നവ്യ. 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 എവിടുന്നാ നീ വരുന്നേ? കൊടകര. കൊടകര. കൊടകര എവിടെയാണ്? ചാലക്കുടിക്ക് അടുത്ത് കൊടകര. എന്നാ പറ്റിയതാ നിനക്ക്? ഡിസ്കിന്റെ കംപ്ലൈന്റ് ആണ്. എങ്ങനെയാ വീൽ ചെയറിലായേ? ഇരിക്കാനും നിൽക്കാനും അധികം തരങ്കിൽ പറ്റില്ലായിരുന്നു. ഇരിക്കാനും നിൽക്കാനും പറ്റില്ല. ഇവിടുന്നാണോ? എടോ, ഇയാളെ ചൂണ്ടിക്കാണിച്ചിട്ട് ഈശോ പറഞ്ഞു അവൾ ഇന്നതിനെ അതിജീവിക്കുമെന്ന്. അതുകൊണ്ടാ ഞാൻ നിന്നോട് പറഞ്ഞ വീൽ ചെയറിൽ എഴുന്നേറ്റോളാൻ പറഞ്ഞു. എനിക്ക് ഉറപ്പില്ലെങ്കിൽ ഞാൻ പറയുമായിരുന്നു ചിലപ്പോൾ നടക്കുമായിരിക്കും. അല്ല, എനിക്ക് 100% നിന്റെ കാര്യത്തിൽ ഉറപ്പാണ്. നീ ഇതിനെ അതിജീവിക്കുമെന്ന്. ആരാ കൊണ്ടുവന്നേക്കുന്നേ? കൂടെ ആരാ വന്നേക്കുന്നേ? അമ്മ കൂടെ വന്നതാണോ? അമ്മയാണോ? അമ്മയുടെ മോളാണോ? അതെ. ഇവൾക്ക് എന്നാ പറ്റിയതാ ശരിക്കും? ബസ്സിൽ പോയതാണ്. ബസ്സിൽ പോയപ്പോ ബസ്സിന്ന് വീണതാണ്. അതിന് ശേഷമായി തുടങ്ങിയത്. എങ്ങോട്ടുള്ള യാത്രയായിരുന്നു? കോഴിക്കോട്. കോഴിക്കോട്. കൊടകരയിൽ നിന്ന് കോഴിക്കോടിന് പോകാൻ. ഈശോ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു മകളെ. ഞാൻ 2 കാര്യം ഒരു ബോധ്യത്തിന് വേണ്ടി, എൻ്റെ ബോധ്യത്തിന് വേണ്ടി ഞാൻ 2 കാര്യം നിന്നോട് ചോദിക്കട്ടെ. ഒന്ന്, നിന്നെ അങ്ങോട്ട് ഫോക്കസ് ചെയ്യാൻ പരിശുദ്ധാത്മ ആവശ്യപ്പെട്ടപ്പോൾ ഈശോ എന്നോട് പറഞ്ഞത് ലെഫ്റ്റ് സൈഡിലാണ്, ഇടത്തെ വശത്താണ് സ്പർശനം ഉണ്ടാകുന്നതെന്ന്. നിന്റെ പ്രശ്നം ഇടത്തെ വശത്താണോ? ലെഫ്റ്റ് സൈഡില. ഒന്നാമത്തേത്. രണ്ടാമത്തേത്, ഈ കാല് ചവിട്ടുന്ന ഉടനെ കാലിങ്ങനെ വിറക്കിയാണ്. ഇങ്ങനെ ഒരു വിറക്കിയല്ല, നല്ല പദം എനിക്ക് പറയാൻ കിട്ടുന്നില്ല. ഷെയ്ക്കാകുകയല്ല, കൈൻഡ് ഓഫ് ഒരു വൈബ്രേഷൻ പോലെ ഇങ്ങനെ ഒരു അവസ്ഥ വരികയാണ്. എന്നിട്ട് ഇടതുകാല് കുത്താൻ പറ്റില്ലായിരുന്നു. അതിൻ്റെ അകത്ത് ഒരു പദമാണ് എടുത്തു പറഞ്ഞത്. സ്നേഹത്തിന്റെ ശക്തി കൊണ്ട് അതിജീവനം ഉണ്ടാവും. നീ ഇന്ന് വിശ്വസിക്കും മകളെ. കാല് നിലത്ത് കുത്താൻ പറ്റുകയില്ലെന്നല്ല, ഇവളുടെ മേലൊരു ഭയത്തിന്റെ നിഴലുണ്ട്, അത് വിട്ടുപോവാ. ഒരു ഭയങ്കരമായ ഒരു ക്യൂരിയോസിറ്റി നിന്നെ പിന്തുടരുന്നുണ്ട് എപ്പോഴും. നിന്റെ ജീവിതത്തിന്റെ 9ാമത്തെ വയസ്സ് മുതൽ നിന്നെ ഒരു ആങ്സൈറ്റി പ്ലസ് ക്യൂരിയോസിറ്റി നിന്നെ പിന്തുടരുന്നുണ്ട്. ഒരു ഉത്കണ്ഠ നിന്നെ പിന്തുടരുന്നുണ്ട്. അതിന്ന് ഇവിടെ വെച്ച് ഒഴിഞ്ഞു പോകുകയാണ്. ഈശോ ഒരു വലിയ സ്വാതന്ത്ര്യം. കർത്താവിന്റെ മകളെ, നിന്നെ ഈശോ വിളിച്ചതാണ്. വീൽ ചെയറിൽ ഇരുന്ന് നിന്റെ നല്ല യൗവനം തീർക്കേണ്ടവളല്ല നീ. ഓടി നടന്ന് ഈശോയുടെ സാക്ഷിയാകേണ്ടവളാണ്. അതിനുവേണ്ടി കർത്താവ് നിന്നെ വിളിച്ചതാണ്. ഈശോ അതിനുവേണ്ടി നിന്നെ വിളിച്ചതാണ്. ഇനി ഒരു നിമിഷം കൂടെ പോലും ഈ അസ്വസ്ഥതകൾക്ക് നിന്റെ മേൽ അധികാരമില്ല മകളെ. അതിജീവിച്ചിടും. ചാടി എഴുന്നേറ്റോ, ചാടി എഴുന്നേറ്റോ, ചാടി എഴുന്നേറ്റോ. സ്റ്റെപ്പ് കയറിക്കോ, സ്റ്റെപ്പ് കയറിക്കോ. തൊടണ്ട, ആരും സഹായിക്കണ്ട. കയറിക്കോ. സ്പീഡിൽ ഇറങ്ങിക്കോ. ഇനിയും തിരിച്ചു പോരെ. കൈ അടിച്ച് സ്തുതിച്ചോ. കയറി വാ.